ആകാശവാണി കോഴിക്കോട്. സാഹിത്യരംഗം. എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ഇന്നാദ്യം ഗൂഗി വാ തിയോങ്ങോ, കലയും കാലവും കലാപവും. ചിത്രീകരണം രചന ഫസൽ റഹ്മാൻ. ആഖ്യാനം ബോബി സി മാത്യു, തേജസ്വിനി നായർ. 1938 ബ്രിട്ടീഷ് കൊളോണിയൽ കെനിയയിലെ ലിമൂറുവിൽ കിക്കുയു വംശീയ വിഭാഗത്തിൽ ജെയിംസ് ഗൂഗി എന്ന മാമോദീസ പേരോടെ ജനിച്ച ഗൂഗി വാ തിയോങ്ങോ സ്വാതന്ത്ര്യ പ്രസ്ഥാനമായിരുന്ന മോമോ കലാപത്തിൽ പങ്കെടുത്ത് കൊടിയ പീഡനങ്ങളും രക്തസാക്ഷിത്വവും വരെ സഹിച്ച കുടുംബ പാരമ്പര്യത്തിൻ്റെ അവകാശിയായിരുന്നു. ഉഗാണ്ടയിലെ മക്കരേരെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിരുന്ന നാളുകളിലാണ് അദ്ദേഹം എഴുത്തിൻ്റെ വഴിയിലേക്ക് തിരിയുന്നത്. 1962 മക്കരേരയിൽ സംഘടിപ്പിക്കപ്പെട്ട ആഫ്രിക്കൻ എഴുത്തുകാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം എഴുതിയ ആദ്യ നാടകം ദ ബ്ലാക്ക് ഹെർമിറ്റ് അവതരിപ്പിച്ചതും അവിടെ വെച്ച് തന്നെ ആദ്യകാല നോവലുകളുടെ കയ്യെഴുത്തു പ്രതി സാക്ഷാൽ ചിനുവ അച്ചബെയ്ക്ക് കൈമാറാൻ കഴിഞ്ഞതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായി. അച്ചബെയുടെ മുഖവുരയോടെ 1962 പ്രസിദ്ധീകരണം ആരംഭിച്ച ഹെയ്മാൻ ആഫ്രിക്കൻ സീരീസിലെ ആദ്യ കൃതികളുടെ കൂട്ടത്തിൽ അവ ഇടം പിടിച്ചു. 87 വയസ്സിൽ ഇക്കഴിഞ്ഞ മെയ് 28 അദ്ദേഹം അന്തരിക്കുമ്പോൾ കെനിയ പോലൊരു കൊളോണിയൽ പോസ്റ്റ് കൊളോണിയൽ ദേശത്തെ ആഫ്രിക്കൻ സാഹിത്യത്തിൻ്റെ ഉത്തുംഗത്തിൽ എത്തിക്കുകയും ലോക സാഹിത്യ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്ത ഏറ്റവും വലിയ പ്രതിഭയാണ് കടന്നുപോകുന്നത്. യൂറോപ്പല്ല ലോകത്തിന്റെ കേന്ദ്രമെന്ന് കാണിച്ചു കൊടുക്കുക എന്നതുകൂടി ലക്ഷ്യമാക്കിയിരുന്ന ഒരാൾ എന്ന നിലയിൽ കെനിയ കറുത്തവന്റേതാണ് എന്നും കൊളോണിയലിസം ആഫ്രിക്കയുടെ സ്വയംഭോഗമല്ല, മറിച്ച് ബലാത്കാരവും ഒരു കുറ്റകൃത്യവുമാണെന്നും തദ്ദേശീയമായ സംസ്കൃതികളെ തകർത്തുകൊണ്ടാണ് കൊളോണിയൽ സംസ്കൃതിയും നിർമ്മിത ചരിത്രവും സ്ഥാപിതമായത് എന്നുമുള്ള തിരിച്ചറിവായിരുന്നു ഗൂഗിയുടെ കരുത്ത്. ആഫ്രിക്കയും ഏഷ്യയും ലാറ്റിൻ അമേരിക്കയും സാംസ്കാരിക ലോകത്തിന്റെ കേന്ദ്രങ്ങളായി ഉയർന്നുവന്ന പുതിയ കാലത്തിന്റെ പ്രവാചകനായി ഫ്രാൻസ് ഫനോൺ നിലകൊണ്ടു. എന്നാൽ ഇംഗ്ലീഷ് വിധേയത്വത്തിന്റെ കാര്യത്തിൽ ഈ മാറ്റങ്ങളൊന്നും അക്കാഡമിക് ലോകത്ത് ഒരു അനുരണനവും സൃഷ്ടിച്ചില്ല എന്ന് നെയ്റോബി യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്നുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി. എഴുത്തിന്റെ ഭാഷ ഏതാവണം എന്ന കാര്യത്തിൽ ഒരു പുതിയ തിരിച്ചറിവിലേക്ക് അദ്ദേഹം നീങ്ങുന്നത് അങ്ങനെയാണ്. ആദ്യമൊക്കെ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ അദ്ദേഹം കൊളോണിയൽ ഭാരം കൈയൊഴിയാൻ മനസ്സുകളെ കൂടി കോളനി മുക്തമാക്കേണ്ടതുണ്ട് എന്നും അതിന് ഭാഷാപരമായ കൊളോണിയൽ പാരമ്പര്യത്തെ കൂടി കൈയൊഴിക്കേണ്ടതുണ്ട് എന്നുമുള്ള നിലപാടിൽ പിൽക്കാലത്ത് ഗിക്കുയു ഭാഷയിൽ എഴുതിയ ശേഷം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുക എന്ന രീതി സ്വീകരിച്ചു. അതുവരെ സ്റ്റാറ്റസ് സിംബൽ പോലെ അന്താരാഷ്ട്ര വേദികളിൽ എടുത്തുകാട്ടിയിരുന്ന എഴുത്തുകാരൻ അതോടെ അധികൃതർക്ക് അനഭിമതനായി. ഇത് ഭാഷയുടെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച ഗൂഗിയുടെ നിലപാടിന് കൃത്യമായ സാധൂകരണവുമായിരുന്നു. കൊള്ളേണ്ടിടത്ത് കൊള്ളും വരെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഭരണകൂടങ്ങൾക്ക് പ്രിയങ്കരരാണ്. വീപ് നോട്ട് ചൈൽഡ് 1964, ദ റിവർ ബിറ്റ്വീൻ 1965, എ ഗ്രെയിൻ ഓഫ് വീറ്റ് 1967 എന്നീ 3 നോവലുകളെയും ചേർത്ത് ഗൂഗിയുടെ ആദ്യ നോവൽ ത്രയം എന്ന് വിളിക്കുന്നു. യൗവന സഹജമായ കാൽപ്പനികതയും ആദർശാത്മകതയും നിറഞ്ഞു നിൽക്കുമ്പോഴും പാരമ്പര്യവും കൊളോണിയലിസവും തമ്മിലുള്ള സംഘർഷങ്ങൾ തീക്ഷ്ണമായി പ്രതിഫലിപ്പിക്കുന്നവയാണ് അവ. സംഘർഷങ്ങളിൽ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദേശത്തിൻ്റെ വേദനയും പ്രതീക്ഷകളും, വിപ്ലവത്തിൻ്റെ നീറിപ്പിടിക്കുന്ന പൊള്ളലുകൾ, സ്വാതന്ത്ര്യ പോരാട്ട പ്രസ്ഥാനത്തിൻ്റെ തന്നെ ആന്തര സങ്കീർണതകൾ, സ്വാതന്ത്ര്യാനന്തരവും വിങ്ങി നിൽക്കുന്ന മുറിവുകൾ എന്നതൊക്കെ ഈ കൃതികൾ പരിശോധിക്കുന്നു. ഈ നോവലുകൾ കൊളോണിയൽ ഛിദ്രങ്ങൾ, ദേശീയബോധത്തിലേക്കുള്ള ഉണർവിൻ്റെ വില എന്നീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഒരു എഴുത്തുകാരൻ്റെയോ എഴുത്തുകാരിയുടെയോ പ്രഥമകൃതി ആ രചനാലോകത്തിന്റെ മൊത്തം സൂചകമായി തീരും എന്ന നിരീക്ഷണം സാധൂകരിക്കുന്നതാണ് കുഞ്ഞേ കരയരുത് അഥവാ വീപ് നോട്ട് ചൈൽഡ്. അക്കാലത്തെ പതിവനുസരിച്ച് സ്വന്തം മാമോദിസ പേരിലാണ് അന്നത് പ്രസിദ്ധീകരിക്കപ്പെട്ടതെങ്കിലും വൈകാതെ ആ കൊളോണിയൽ ഭാരം നോവലിസ്റ്റ് കൈയൊഴിയുകയായിരുന്നു.
പുറമേക്ക് ഏറെ ലളിതമെന്ന് തോന്നാവുന്ന ആഖ്യാനസ്വരത്തിനു പിന്നിൽ കൊളോണിയൽ നുകത്തിൽ അമർന്നുപോയ ഒരു ജനതയുടെ നോവുകളാണ് കുഞ്ഞേ കരയരുത് അവതരിപ്പിക്കുന്നത്. ഒരു കാലത്ത് തങ്ങളുടെ സ്വന്തമായിരുന്ന ഭൂമിയിൽ ബ്രിട്ടീഷ് ഭൂവുടമയ്ക്ക് വേണ്ടി കർഷക തൊഴിൽ ചെയ്യുന്ന മനുഷ്യരുടെ കഥ ഗൂഗിയുടെയും കെനിയൻ സാഹിത്യത്തിന്റെ തന്നെയും നിതാന്തമായ ഒരു കേന്ദ്ര പ്രമേയത്തിലേക്ക് നോവലിനെ നയിക്കുന്നു. ഭൂമിയുടെ മേലുള്ള അവകാശം അല്ലെങ്കിൽ അവകാശ നിഷേധം എന്നതാണ് അത്. ആർദ്രവും ദുരന്താത്മകവും ഹൃദ്യവും നിയന്ത്രിതമായ വൈകാരികത നിറഞ്ഞതുമായ ആഖ്യാനത്തോടൊപ്പം കൊളോണിയൽ കാലത്തിന്റെ അനുഭവങ്ങൾ ആവിഷ്കരിക്കാൻ ആവശ്യമായ നൈതികവും വൈകാരികവുമായ സ്വരം സൃഷ്ടിച്ചുവെക്കുകയായിരുന്നു ഗൂഗി. കൊളോണിയൽ അധിനിവേശത്തോടെ എത്തിച്ചേർന്ന ക്രിസ്തീയ മിഷനറി സാന്നിധ്യങ്ങളും സ്വാധീനങ്ങളും ഗിഗുയു സമൂഹത്തിനകത്ത് തന്നെ സൃഷ്ടിച്ച സംഘർഷങ്ങളാണ് ദ റിവർ ബിറ്റ്വീൻ പ്രശ്നവൽക്കരിച്ചത്. രോഗമുക്തി അഥവാ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരൽ എന്നർത്ഥമുള്ള ഹോനിയ നദി കമേനോക്കും മകയുവിനും ഇടയിൽ ഇരുകരകളെ പരസ്പരം ബന്ധിപ്പിച്ചൊഴുകി. എന്നാൽ ഒരു വശത്ത് ക്രിസ്ത്യൻ മിഷണറിമാർ അംഗീകരിക്കപ്പെടുകയും മറുവശത്ത് പരമ്പരാഗത മൂല്യക്രമം അവരെ അകറ്റി നിർത്തുകയും ചെയ്യുന്നതോടെ അത് ഇരുകരകളെയും ഭിന്നിപ്പിച്ച് നിർത്തുന്ന ഘടകമായി തീരുന്നു. ധർമ്മസങ്കടങ്ങളുടെ നിലയില്ലാ കയത്തിൽ പെട്ടുപോകുന്ന കഥാപാത്രങ്ങളുടെ സൃഷ്ടിയിൽ ഗൂഗിയുടെ കരസ്പർശം ഏറ്റവും തിളങ്ങി നിൽക്കുന്ന നോവലുകളിൽ ഒന്നുകൂടിയാണ് ഇരു തടങ്ങൾക്കിടയിലെ നദി. ഗൂഗിയുടെ ആദ്യകാല കൃതികളിൽ ഏറ്റവും പക്വമായ രചനയായി കണക്കാക്കപ്പെടുന്ന എ ഗ്രെയിൻ ഓഫ് വീറ്റ് എന്ന നോവൽ മോമോ കലാപത്തിന്റെ പിൽക്കാല പരിണതികളിൽ ശ്രദ്ധയൂന്നുന്നു. ഉഹുറു എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യദിന തലേന്ന് പശ്ചാത്തലമാക്കുന്ന നോവൽ കുറ്റബോധം, ഒറ്റിക്കൊടുക്കൽ, ആത്മത്യാഗം എന്നിങ്ങനെ എതിരറ്റങ്ങൾക്കിടയിൽ വൈയക്തികവും രാഷ്ട്രീയവും സന്ധിക്കുന്ന അനുഭവലോകം ആവിഷ്കരിക്കുന്നു. 1952 പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥ 4 വർഷത്തെ കിരാത നടപടികൾ കൊണ്ടുതന്നെ കലാപത്തെ ഒതുക്കിയിരുന്നുവെങ്കിലും 1960 വരെയും തുടർന്നു. കലാപനാളുകളിലെ പീഡനങ്ങളുടെയും സ്പർദ്ധകളുടെയും ഒറ്റുകളുടെയും അനുഭവങ്ങൾ 7 ആണ്ടുകൾക്കിപ്പുറവും മനസ്സുകളിൽ വടുകെട്ടി നിന്നു. ഗിഗുയു ജനതയെ കുടിയൊഴിപ്പിച്ചും സ്വന്തം മണ്ണിൽ കുടിയാന്മാരാക്കിയും 1930 മുതൽ വെളുത്ത വർഗ്ഗക്കാർ സ്ഥാപിച്ചു തുടങ്ങിയ കുടിയേറ്റ മേഖലകൾ ഗൂഗിയുടെ മാർക്സിസ്റ്റ് വായനകളുടെ തിരിച്ചറിവുകളെ ഏറെ ഉദ്ദീപിപ്പിച്ചു. മോമോ കലാപകാരികളോട് ചേർന്ന ഒരു സഹോദരനും മൂകനും ബധിരനുമായ കാരണം സൈനികരുടെ ആജ്ഞ മനസ്സിലാക്കാനാവാതെ വെടിയേറ്റു മരിച്ച മറ്റൊരു സഹോദരനും ഗൂഗിക്ക് ഉണ്ടായിരുന്നു. ഈ രണ്ടാമന്റെ പ്രതിരൂപം നോവലിലുണ്ട്. ദ റിവർ ബിറ്റ്വീനിൽ ഒടുവിലായി എത്തുന്ന തിരിച്ചറിവിന്റെ ആ സൂചനയിൽ നിന്നാണ് എ ഗ്രെയിൻ ഓഫ് വീറ്റ് ആരംഭിക്കുന്നത് എന്ന് പറയാം. സ്വാതന്ത്ര്യാനന്തരകാല വാഞ്ചകളുടെ ആവിഷ്കാരത്തിലേക്ക് ഗൂഗി തിരിയുന്നതാണ് പെറ്റൽസ് ഓഫ് ബ്ലഡ് മുതൽ സംഭവിക്കുന്നത്. ആഫ്രിക്കൻ ഉപരിവർഗവും നിയോ കൊളോണിയൽ ശക്തികളും കൈകോർക്കുന്നതും തൊഴിലാളികളും സ്ത്രീകളും ഉൾപ്പെടെ സാധാരണ മനുഷ്യർ ചെറുത്തുനിൽപ്പുകളിലേക്ക് നീങ്ങുന്നതും ഇവിടെ കാണാം. ആദ്യ നോവൽ ത്രയത്തിന് ശേഷം 10 വർഷം കഴിഞ്ഞാണ് ഈ നോവൽ പുറത്തു വന്നത്. അപ്പോഴേക്കും സ്വാതന്ത്ര്യ സമരകാലത്തിൻ്റെ പ്രചോദിത ആദർശാത്മകത ഹിംസാത്മകതയ്ക്കും കൊളോണിയൽ യജമാനന്മാർക്ക് പകരം അധികാരത്തിലേറിയ സ്വാതന്ത്ര്യാനന്തര സ്വദേശി ഭരണകർത്താക്കളുടെ മുച്ചൂടും മലീമസമായ അഴിമതി ഭരണത്തിനും വഴിമാറിക്കൊടുത്തിരുന്നു. സ്വാഭാവികമായും നോവലിൻ്റെ അന്വേഷണം വിമോചിത കെനിയ, കൊളോണിയൽ കാലത്തെ അതേ അടിച്ചമർത്തൽ സ്വഭാവവും ജനവിരുദ്ധതയും ആവർത്തിക്കുന്നതിലും രാഷ്ട്രീയത്തിലും സാമൂഹിക ജീവിതത്തിലും പാശ്ചാത്യവൽക്കരണവും മുതലാളിത്ത രീതികളും വരുത്തിവെക്കുന്ന ഇച്ഛാഭംഗത്തിലും കേന്ദ്രീകരിച്ചു. പുതിയ കെനിയയിലെ സാമൂഹിക അസമത്വങ്ങളെയും അഴിമതി ഭരണത്തെയും നിയോ കൊളോണിയൽ ചൂഷണത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് ഗിഗുയു ഭാഷയിൽ ഒരു നാടകം എഴുതിയതിനെ തുടർന്ന് 1977 ഡിസംബറിൽ കൊളോണിയൽ വിരുദ്ധ ചെറുത്തുനിൽപ്പിലെ ഗൂഗിയുടെ ഹീറോ ആയിരുന്ന ജോമോ കെനിയാറ്റ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഇക്കാലത്ത് ടോയ്ലറ്റ് പേപ്പറിൽ ഗിഗുയുവിൽ ആദ്യം എഴുതിയ കൃതിയാണ്. തലക്കെട്ടുകൊണ്ടുതന്നെ വിഗ്രഹഭഞ്ജക ഭാവവും ഗൂഗിയുടെ റാഡിക്കൽ മനോനിലയും വ്യക്തമാക്കുന്ന ഡെവിൾ ഓൺ ദ ക്രോസ്. ത്യാഗം, വിമോചനം, മാലോകരുടെ മോക്ഷത്തിനു വേണ്ടിയുള്ള ആത്യന്തിക സമർപ്പണം എന്നതെല്ലാം സൂചിപ്പിക്കുന്ന കുരിശേറ്റം എന്ന വിശുദ്ധ സങ്കല്പത്തെ ക്രിസ്തുവിന് പകരം സാത്താനുമായി ചേർത്തുവെക്കുന്നതിൽ അതിനിശിതമായ ഒരു അട്ടിമറിയുണ്ട്. അത് ധാർമ്മികമായി തലകീഴ്മറിഞ്ഞ തിന്മയും അഴിമതിയും കൊണ്ടാടപ്പെടുന്ന, അഥവാ അവയ്ക്കെല്ലാം വൻ സ്വീകാര്യത വന്നുചേരുന്ന പരിതോവസ്ഥയുടെ രൂപകമായി തീരുകയാണ് മോക്ഷത്തിന്റെ മലീമസമായ ഒരു പാരഡി. ചൂഷകഭാവങ്ങളെല്ലാം ഉള്ളിലൊളിപ്പിച്ച്
കെനിയൻ സാമൂഹികാവസ്ഥയിൽ പിടിമുറുക്കുന്ന ദല്ലാൾ ബൂർഷ്വാസിയും നിയോ കൊളോണിയലിസവും തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവമാണ് ഇവിടെ അരങ്ങു പിടിച്ചടക്കുന്ന വിശുദ്ധ ചെകുത്താൻ. ഗിക്കുയു ഭാഷയിൽ ആദ്യം രചിക്കപ്പെട്ട മാറ്റിഗാരി യൂറോപ്യൻ നോവൽ പാരമ്പര്യത്തിൽ നിന്ന് വേറിട്ട് ആഫ്രിക്കൻ കഥാഖ്യാന പാരമ്പര്യത്തിലെ വാമൊഴി രീതി, അന്യാപദേശ കഥാപാരമ്പര്യം, രാഷ്ട്രീയത്തെ മിത്തുവൽക്കരിക്കുന്ന രീതി തുടങ്ങിയവയിലേക്ക് തിരികെ പോകുന്നു. ഗൂഗി മുന്നോട്ട് വച്ച മനസ്സുകളെ കോളനി മുക്തമാക്കൽ പ്രക്രിയ അതിന്റെ പാരമ്യത്തിലെത്തുകയാണ് ഇവിടെ. സ്വാതന്ത്ര്യാനന്തരവും കൊളോണിയൽ ലോജിക്കിലൂടെ ഭരിക്കപ്പെടുന്ന സമൂഹത്തിൽ തോക്കിനു പകരം സമാധാന മാർഗം ഉപയോഗിച്ച് നീതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വനത്തിൽ നിന്നെത്തുന്ന ഒരു പുതുകാല ഫോക്ക് ഹീറോയെ സൃഷ്ടിക്കുകയാണ് മാറ്റിഗാരിയിൽ നോവലിസ്റ്റ്. മാറ്റിഗാരി എന്ന ഗിഗുയു പദം ബുള്ളറ്റുകൾ അതിജീവിച്ചവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. അയാൾ പഴയ സ്വാതന്ത്ര്യ പോരാളിയാണ്, ആയുധങ്ങൾ കുഴിച്ചിട്ടവൻ. വർഷങ്ങൾ നീണ്ട തിരോധാനത്തിനു ശേഷം തങ്ങൾ പൊരുതിയ സ്വാതന്ത്ര്യം കൈവന്ന ദേശത്തേക്ക് തിരികെ എത്തുമ്പോൾ പക്ഷേ കാര്യങ്ങൾ അയാൾ കരുതിയ പോലെയേ അല്ല. ആഫ്രിക്കൻ കഥാഖ്യാന പാരമ്പര്യത്തിലെ മായാരൂപിയും തന്ത്രശാലിയും പുരാണപാത്രവുമായ ട്രിക്സ്റ്റർ ആവിഷ്കാരമാണ് അയാൾ. പുരാണപാത്രം, യഥാർത്ഥ കഥാപാത്രം എന്നിങ്ങനെ അതിരുകൾ ഭേദിക്കുന്ന അയാൾ ഭരണകൂടത്തിന് ഭീഷണിയാകുന്നത് പുതിയ സംഘർഷങ്ങളിലേക്ക് നയിക്കുന്നു. നോവലിൽ ഉടനീളം കാണാനാവുന്ന അതിരൂക്ഷമായ ആക്ഷേപഹാസ്യം തീക്ഷ്ണ രാഷ്ട്രീയ വിമർശനത്തിനുള്ള നോവലിസ്റ്റിൻ്റെ ആയുധമാണ്. മന്ത്രിമാർ സത്യം കലവറയിൽ സൂക്ഷിക്കുന്നു, വിപ്ലവത്തെ ഭ്രാന്ത് എന്ന് പരിഭാഷപ്പെടുത്തുന്നു. അസംബന്ധം അതിരുകൾ ഭേദിക്കുന്ന പ്രവചന സ്വരമായി തീരുന്നു. ദേശം മുഴുവൻ ഈ അസംബന്ധത്തിൻ്റെ കാർണിവൽ ആയിത്തീരുന്ന വിപര്യം കൂടുതൽ ആഴത്തിലും പരപ്പിലും രാഷ്ട്രീയ ധ്വനികളോടെയും ആവിഷ്കരിക്കപ്പെടുന്ന ഗൂഗിയുടെ മാസ്റ്റർ പീസിലേക്ക് ദ വിസാർഡ് ഓഫ് ദ ക്രോ സ്വാഭാവികമായി നമ്മെ കൊണ്ടുപോകുന്നു. ആ അർത്ഥത്തിൽ ഗൂഗി വാ തിയോങ്കോ എന്ന മഹാപ്രതിഭ ഒരനന്വയമാണ്. ലോകസാഹിത്യത്തിലെ പല പ്രമുഖരുടെയും ഏറ്റവും മികച്ച കൃതികൾ അവരുടെ അവസാന കൃതികൾ ആയിരുന്നില്ല എന്നു മാത്രമല്ല, ആദ്യകാല പ്രതിഭാ തിളക്കം മൂർച്ച കുറയുകയും പഴയ പ്രതീതിയുടെ പിൻബലത്തിൽ മാത്രം പിൽക്കാല കൃതികൾ കൊണ്ടാടപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഓർക്കാവുന്നതാണ്. ദ വിസിഡ് ഓഫ് ദി ക്രോ എന്ന വിചിത്രവും ശബളവുമായ തലക്കെട്ട് ഗൂഗിയുടെ സാഹിത്യയാത്രയിലെ ഒരു വേറിട്ട പോക്കും പരിസമാപ്തിയും സൂചിപ്പിക്കുന്നു. പെറ്റൽസ് ഓഫ് ബ്ലഡ്, ഡെവിൾ ഓൺ ദ ക്രോസ്, മാറ്റിഗാരി തുടങ്ങിയ മുൻ നോവലുകളിൽ രോഷവും അന്യാപദേശ കഥാരീതിയും ആക്ഷേപഹാസ്യവും സ്വാതന്ത്ര്യാനന്തര കെനിയയുടെ നിശിത വിമർശനത്തിന് ഉപയോഗിച്ചപ്പോൾ ദ വിസിഡ് ഓഫ് ദി ക്രോ ഒരു വിശാലമായ പാൻ ആഫ്രിക്കൻ രാഷ്ട്രീയ ദൃഷ്ടാന്ത കഥാരൂപം കൈക്കൊള്ളുന്നു. അതേസമയം പ്രമേയപരമായി അത് മുൻകൃതികളുടെ വികാസവും കൂടുതൽ വ്യാപ്തിയുള്ള ആഖ്യാനവും അടയാളപ്പെടുത്തുന്നു. വിമോചന സ്വപ്നങ്ങൾ അട്ടിമറിക്കപ്പെട്ടതിൻ്റെയും നിയോ കൊളോണിയലിസത്തിന്റെ നീരാളിപ്പിടുത്തത്തിന്റെ കെടുതികൾ അവതരിപ്പിക്കുന്നതിനോടൊപ്പം നാടോടിജ്ഞാനത്തിന്റെ പാരമ്പര്യങ്ങളുടെ പ്രതിരോധശേഷിയുടെ ആവിഷ്കാരവും ഇത്രയും തീക്ഷ്ണതയിലും വൈശദ്യത്തിലും മറ്റൊരു നോവലും നടത്തിയിട്ടില്ല. അതിരൂക്ഷമായ ആക്ഷേപഹാസ്യം ഉപയോഗിക്കുന്നതിൽ ഐവോറിയൻ സാഹിത്യകുലപതി അഹമ്മദു കുരൂമയുടെ വെയിറ്റിംഗ് ഫോർ ദ വൈൽഡ് ബീസ്റ്റ് ടു വോട്ട് എന്ന ഉജ്ജ്വല കൃതിയെ ഓർമ്മിപ്പിക്കുന്ന വിസിറ്റ് ഇന്ത്യൻ വായനക്കാരെ, വിശേഷിച്ചും മലയാളി വായനക്കാരെ മറ്റൊരു മഹത് കൃതിയെ കൂടി ഓർമ്മിപ്പിക്കും. ഒ വി വിജയന്റെ ധർമ്മപുരാണത്തെ, വിശേഷിച്ചും അധികാരമാലിന്യത്തെ വിസർജ്ജമാലിന്യമായും പ്രകടനമായും അവതരിപ്പിക്കുന്ന രീതിയിലും ഒപ്പം എല്ലാത്തിനും അപ്പുറത്ത് പ്രതിരോധമെന്നോണം ആത്മീയ സാന്നിധ്യത്തെ ഉറപ്പിച്ചു നിർത്തുന്നതിലും വിസഡിലെ കാമിതിയും ധർമ്മപുരാണത്തിലെ സിദ്ധാർത്ഥനും പോസ്റ്റ് കൊളോണിയൽ സർവാധിപത്യത്തിന്റെ അവലക്ഷണ ദൃശ്യത്തെ പ്രതിരോധിക്കുകയും മറികടക്കുകയും ചെയ്യുന്നു. അമോസ് ടുട്ടുവോല, ചിന്നോ അച്ചുബെ, സൈപ്രിയൻ എക്വൻസി, വോൾസോയിങ്ക, ഐക്വയ് ആമ, മൊങ്കോബെറ്റി, ഡിയോ ഫെഗുൻവ തുടങ്ങിയ ആധുനിക ആഫ്രിക്കൻ സാഹിത്യത്തിലെ അഗ്രഗാമികളിൽ ഒരാളെന്ന നിലയിൽ ആഫ്രിക്കൻ സാഹിത്യത്തിന്റെ ഗതിയും നിയതിയും നിർണയിച്ച ഒരാളായിരിക്കുമ്പോഴും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭയായിരുന്നു ഗൂഗി വാ തിയോങ്ങോ. ആച്ചുബയെ പോലെ പരമ്പരാഗത ആഫ്രിക്കൻ സംസ്കൃതിയും കൊളോണിയൽ ആധുനികതയും തമ്മിലുള്ള സംഘർഷത്തെ യഥാതഥമായി ആവിഷ്കരിച്ച ഗൂഗി അർമായെയും മൊങ്കോബെറ്റിയെയും പോലെ സ്വാതന്ത്ര്യാനന്തര ആഫ്രിക്കൻ നേതൃത്വങ്ങളുടെ പരാജയങ്ങളും അപജയങ്ങളും നിയോ കൊളോണിയലിസത്തിന്റെ കെടുതികളും ആവിഷ്കരിച്ചു. ടുട്ടുവോലെയും ഫെഗുൻവയെയും പോലെ വാമൊഴി പാരമ്പര്യത്തിന്റെയും ആഫ്രിക്കൻ കഥാഖ്യാന പാരമ്പര്യങ്ങളുടെയും ശക്തി കണ്ടറിഞ്ഞ ഗൂഗി ഗിക്കുയു ഭാഷയെയും പുരാണങ്ങളെയും പ്രാമാണിക സാഹിത്യത്തിലേക്ക് ആവാഹിക്കുകയും ചെയ്തു.
ഇത്തരം പാരമ്പര്യങ്ങളോട് ചേർന്നു പോകുമ്പോൾ തന്നെ സ്വയം ഒരു തനതു പാതയും അദ്ദേഹം സൃഷ്ടിച്ചു. ഗിഗുയു ഭാഷയിൽ എഴുതാനുള്ള തീരുമാനം ഒരു ശൈലീപരമായ മാറ്റം മാത്രമായിരുന്നില്ല, അതൊരു നിശിതമായ രാഷ്ട്രീയ നിലപാട് തന്നെയായിരുന്നു. തന്റെ സമകാലികരിൽ പലരും ഒരു പ്രായോഗിക അനിവാര്യതയായി കണ്ട കൊളോണിയൽ പാരമ്പര്യത്തിൽ നിന്നുള്ള ബോധപൂർവമായ ഒരു വിട്ടുപോക്ക്. പെറ്റൽസ് ഓഫ് ബ്ലഡ്, ഡെവിൾ ഓൺ ദ ക്രോസ് തുടങ്ങിയ നോവലുകളിൽ മാർക്സിസ്റ്റ് ആശയഗതിയിലേക്കുള്ള ചുവടുമാറ്റം അദ്ദേഹത്തിന്റെ റാഡിക്കൽ മനസ്സിന്റെ പുതിയ ദിശാബോധത്തിന്റെ തുടർച്ചയായിരുന്നു. തടവറയ്ക്കോ പ്രവാസത്തിനോ നിശബ്ദനാക്കാൻ കഴിയാത്ത പോരാളി, കൊളോണിയൽ ബാധ്യതകൾ ആനുകൂല്യങ്ങളായി കണ്ട അക്കാദമിക്കുകൾക്കിടയിൽ വേറിട്ട നിലപാടുമായി പ്രിവിലേജുകൾ നഷ്ടമാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെ സ്വന്തം ഭാഷയുടെയും തദ്ദേശീയരുടെയും സ്വരമായി മാറാൻ തയ്യാറായ ആക്ടിവിസ്റ്റ്, ആഫ്രിക്കൻ കഥാഖ്യാന പാരമ്പര്യത്തിൻ്റെ കരുത്ത് മുഴുവനും സമകാലിക സാഹിത്യ സങ്കേതങ്ങളോട് സമന്വയിപ്പിച്ച ക്രാഫ്റ്റ്സ്മാൻ ജീനിയസ്, ആവർത്തിച്ച് കടന്നു വന്നിട്ടും വായനാ സമൂഹത്തെ എപ്പോഴും അത്ഭുതപ്പെടുത്തി നോബൽ പുരസ്കാര പരിഗണനയിൽ നിരന്തരം പുറന്തള്ളപ്പെട്ടയാൾ. കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലം ഇതൊക്കെയായിരുന്നു ഗൂഗി വാ തിയോങ്ങോ. ആഫ്രിക്കൻ സാഹിതീയ ആധുനികതയുടെ വഴികാട്ടിയും പോസ്റ്റ് കൊളോണിയൽ ആഫ്രിക്കൻ സാഹിത്യത്തിലെ പരിണാമങ്ങൾക്ക് ഭാഷയുടെയും ദർശനങ്ങളുടെയും ചെറുത്തുനിൽപ്പിൻ്റെയും അതിരുകളെ വിശാലമാക്കി ഊർജം പകർന്ന പ്രതിഭയുമായി അദ്ദേഹം എന്നും സ്മരിക്കപ്പെടും. ഗൂഗി വാ തിയോങ്ങോ, കലയും കാലവും കലാപവും ചിത്രീകരണമാണ് ഇതുവരെ കേട്ടത്. രചന ഫസൽ റഹ്മാൻ, ആഖ്യാനം ബോബി സി മാത്യു, തേജസ്വിനി നായർ.